ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറിയിപ്പ്, അതായത് ഈ പത്രസമ്മേളനത്തിൻ്റെ അറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഈ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ താഴെ, ഈ പോസ്റ്റിന് താഴെ വരുന്നത്, അതായത് CPM അനുകൂല നിലപാടുള്ളവർ തന്നെ, അതായത് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ, അനുഭാവികൾ തന്നെ കുറച്ച് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണം MV ഗോവിന്ദനാണെന്നും അതുകൊണ്ട് തന്നെ രാജിവെച്ച് പുറത്തു പോകണം എന്നും അനുഭാവികൾ തന്നെ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കമൻറ്റുകളെല്ലാം വരുന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ കാണാം? സത്യത്തിൽ പിന്നെ ഇതിനകത്ത് ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ MV ഗോവിന്ദൻ മാഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. കാര്യം പിന്നെ ഈ പറയുന്ന MV ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ജനകീയൻ ഒരു നേതാവാണ്, അതോടൊപ്പം അറിവുള്ള ഒരു നേതാവാണ്. പുള്ളി വന്നു കഴിയുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടേതായ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ധാരണ എല്ലാ അനുഭാവികളുടെയും എല്ലാ പ്രവർത്തകരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അത്രമാത്രം എന്താണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്? വലിയൊരു പോസ്റ്റാണ് അത് നിസ്സാരമായ കാര്യമല്ല. പാർട്ടി സെക്രട്ടറി ആയിട്ട് പിന്നെ MV ഗോവിന്ദൻ മാഷിനെ നിയമിക്കുന്ന സമയത്ത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിയായിരുന്നു. അതായത് MB രാജേഷിന് മുൻപ് തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ. ആ മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പോയത്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി സെക്രട്ടറി ആവുന്നതിൽ എന്തുകൊണ്ടാണ്? ഈ മന്ത്രി സ്ഥാനത്തെക്കാളും മുഖ്യമന്ത്രി പദവിയേക്കാളും പാർട്ടി വാല്യൂ ചെയ്യുന്ന ഒരു പദവി എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നൊരു സ്ഥാനമാണ്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും നല്ലൊരു പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ. ഈ പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹവും ഈ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ഒരാളാണ്. അപ്പം പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരുപാട് കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട്. ഒന്നാമത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായി ആ പാർട്ടിയുടെ തത്വങ്ങളെ സിദ്ധാന്തങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് കരുതിയിട്ട് അവതരിപ്പിക്കുക. ഇതെല്ലാം പാർട്ടി എടുക്കുന്ന ഏത് ഡിസിഷനും മാധ്യമങ്ങളുടെ മുന്നിൽ ആ കാര്യത്തിൽ ഓക്കെയാണ്. കാര്യം ഒരു പാർട്ടി സെക്രട്ടറി ഒരു പിന്നെ മാധ്യമ സമ്മേളനം അല്ലെ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും പിന്നെ കൂടി കയറിയിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ചു പോകുന്നു. എന്നാൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടിയായി സ്വയം അങ്ങ് മാറി നിൽക്കുകയും സ്വയം സർക്കാരാവുകയും ചെയ്തൊരു സാഹചര്യം പാർട്ടി സെക്രട്ടറിയുടെ പദവിക്ക് ഏറ്റവും വലിയൊരു വിഘാതമായിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നീട് അതോടൊപ്പം എടുത്ത തീരുമാനങ്ങൾ നമുക്കറിയാം. പിന്നെ എ വിജയരാഘവൻ പിന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബിന്ദു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിജയരാഘവൻ്റെ, ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. കാരണം പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യമാര്, അത് പാർട്ടി പ്രവർത്തകയോ എന്തോ ആയിക്കോട്ടെ, എന്നിരുന്നാൽ പോലും ആ ഒരു പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യമാര് ഇവിടെ മത്സരിക്കുന്നതിനെ കുറിച്ച് വല്ലാത്ത എതിർപ്പുണ്ടാവും. സ്വാഭാവികമല്ലേ? തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കുന്നു, പകരം അവിടെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വിമത സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണ് പാർട്ടിയിൽ നിന്നുള്ളത്. അപ്പം ഇത്തരം വിമത നീക്കങ്ങളെ കൃത്യമായി ചെറുക്കുന്നതിനോ ആ വിമത നീക്കങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനോ ഒന്നും ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു, ഗോവിന്ദൻ മാഷ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ മാധ്യമങ്ങളോട് പലപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മാധ്യമങ്ങളുടെ ഏത് നിലയ്ക്ക് നിന്നിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്? അപ്പം പാർട്ടിയുടെ ഒരു ഒതന്റിസിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ മാഷ് തന്നെയാണ്. ഗോവിന്ദൻ മാഷിന്റെ ഒരു പക്ഷേ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പരിചയക്കുറവോ എന്തുമാകാം. അതായത് പിന്നെ കോടിയേരി സഖാവ് മരിച്ചതിന് ശേഷമാണ് MV ഗോവിന്ദൻ മാഷ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ കോടിയേരി സഖാവ് അതുവരെ പാർട്ടിയെ കൊണ്ടുപോയ രീതി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ബിനീഷ് കൊടിയേരി എവിടെയാണ് മത്സരിച്ചത്? നമ്മൾ നോക്കണം. ബിനീഷ് കൊടിയേരി പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. ആ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എവിടെയെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ? ഇതുവരെ പാർട്ടിക്കുള്ളിലേക്ക് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പരിപാടികളിലേക്കോ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്കോ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തേക്കോ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കൊണ്ടുവന്നിട്ടുണ്ടോ? കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്തെങ്കിലും കോടിയേരി സഖാവ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ആ മനുഷ്യൻ, എനിക്ക് തോന്നുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കേരളത്തിൽ ജനമൈത്രി പോലീസിംഗ് സംവിധാനമൊക്കെ തുടങ്ങി വെച്ച അദ്ദേഹമായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് പോലീസിലൊക്കെ ഒരുപാട് മാറ്റം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. ഈ കോടിയേരി സഖാവ് പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നിട്ടോ മന്ത്രിസ്ഥാനത്തിരുന്നിട്ടോ കോടിയേരി സഖാവ് ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല. അദ്ദേഹം പിന്നെ
മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഒരു പിന്നെ എന്താ വെച്ചാൽ അദ്ദേഹം ഒരു തെറ്റുകളും ചെയ്തിട്ടുമില്ല. ഒരു എന്താ പറയുക, അദ്ദേഹം എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് സ്വജനപക്ഷപാതം കാണിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കോടിയേരി സഖാവിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ കോടിയേരി സഖാവിനെ എല്ലാവർക്കും വെറുപ്പായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടിയേരി സഖാവ് കാരണമല്ല, അദ്ദേഹത്തിന്റെ മക്കള് കാരണം അദ്ദേഹം പേരുദോഷം കേട്ടൊരു മനുഷ്യനാണ്. സത്യം പറയാമല്ലോ. ഈ ബിനീഷ് കോടിയേരി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയ പുകിലുകളുടെ ബലത്തിൽ മാത്രമാണ് കോടിയേരി സഖാവിന് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ട്. എന്നിട്ടും അദ്ദേഹം കൃത്യമായി ആ ഒരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരിക്കെതിരായ ആ ഒരു കേസ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് രോഗബാധിതനായി കോടിയേരി സഖാവ്. അപ്പം അദ്ദേഹം കൃത്യമായി ഇത് പ്രഖ്യാപിച്ചു, രാജി പ്രഖ്യാപിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. ഇതാണ് സംഭവം നടന്നത്. അപ്പം ആ സമയത്ത് കോടിയേരി സഖാവ് ചികിത്സയ്ക്കായിട്ട് പോയ കാലത്താണ് എ വിജയരാഘവൻ വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മരണം ഉണ്ടാകുന്നത്. ആ സമയത്താണ് ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ തളിപ്പറം അങ്ങോട്ട് നോക്കി നോക്കൂ. പിന്നെ ഒരു പാർട്ടിയുടെ അറിയപ്പെടുന്ന ഒരു ന്യൂനപക്ഷ ആള് എവിടെയാണ് മത്സരിച്ചത്? മുഹമ്മദ് റിയാസ് അല്ലാതെ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ മത്സരിക്കുന്നു ബേപ്പൂരിൽ നിന്ന്. ആ BA മുഹമ്മദ് റിയാസിന്റെ ബ്രാൻഡിങ് ന്യൂനപക്ഷ ബ്രാൻഡിങ് അല്ല, ഭൂരിപക്ഷ ബ്രാൻഡിങ്ങും വരുന്നില്ല. രണ്ടിന്റെ ഇടയിൽപ്പെട്ട ഒരു ബ്രാൻഡിങ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ മരുമോനിസോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് ഇമേജ് ബേപ്പൂർ ഉണ്ടാക്കിയെടുക്കാൻ PV അൻവർ ശ്രമിച്ചത്. അവിടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉയർത്തിക്കൊണ്ട് വന്ന രാഷ്ട്രീയം വേറെ ഒരു ജാതി രാഷ്ട്രീയമോ ഒരു മതരാഷ്ട്രീയം വേറൊന്നായിരുന്നു. കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന ഹിന്ദുവിന്റെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ മകളെ വിവാഹം കഴിച്ച ഭൂരിപക്ഷ സമുദായക്കാരൻ എന്നുള്ള നിലയിലാണ് പിന്നെ മുഹമ്മദ് റിയാസിനെ കാണുന്നത്. അപ്പം ഇത് ഉണ്ട്. ഷംസീറിനെ എന്തുകൊണ്ടാണ് മത്സരിപ്പിക്കാതിരുന്നത്? AN ഷംസീർ എന്ന് പറയുന്ന ഒരു പിന്നെ നേതാവുണ്ട്. അദ്ദേഹം പിന്നെ സ്പീക്കറായിരുന്നു. ആ സ്പീക്കറെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? അവരൊരു വളരെ അറിയപ്പെടുന്ന ഒരു ന്യൂനപക്ഷ ഫേസ് ആയിരുന്നു. ആ ലെവലിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്നെ ഇത് അല്ലെങ്കിൽ ഒരു ഐക്യം പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഷംസീറിനെ മത്സരിപ്പിക്കുമായിരുന്നു. അതുണ്ടായില്ല. അപ്പം ശരിക്കും ഈ രീതിയിലൊക്കെ പാർട്ടി പെടേണ്ട സമയങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടി സമ്മർദ്ദത്തിലാവുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുന്ന സമയങ്ങളിലൊന്നും പാർട്ടിയെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് പോകാൻ MV ഗോവിന്ദൻ മാഷിനെ പോലുള്ള ഒരു പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വിമർശന ബുദ്ധി അംഗീകരിച്ചേ പറ്റുള്ളൂ. പലരും കമന്റ് ചെയ്യുന്ന എന്താണ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്ന ഒരു പിന്നെ വാർത്താ സമ്മേളനം ആയിക്കോട്ടെ സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, മാഷേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് പലരും അതിനകത്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും ചൂണ്ടിക്കാണിക്കും, ഒന്ന് ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വവും, രണ്ട് ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വവും. ഇത് രണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ മൂലം രണ്ടുപേരുടെ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഒന്ന് ഷംസീറിന്റെ അവസരം നഷ്ടപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ മറ്റൊരു നല്ലൊരു സ്ഥാനാർത്ഥിയോടെ പരീക്ഷിക്കാമായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ പരാജയങ്ങൾ എന്നാൽ കളമശ്ശേരി തോറ്റുപോയത് ആരൊക്കെയെന്ന് ആലോചിച്ചു. കളമശ്ശേരിയിൽ ഒരു മികച്ച വ്യവസായ വകുപ്പ് മന്ത്രി പരാജയപ്പെട്ടു പോയി. കൊച്ചിയിൽ KJ മാക്സി എന്ന് പറയുന്ന മികച്ച ഒരു MLA-ക്ക് അവിടെ പിന്നെ തട്ടുകേട് സംഭവിച്ചു. അപ്പം എത്ര പേർക്കാണ് ഈ നിലപാട് കാരണം പാർട്ടിക്ക് മികച്ച ഒരു പിടി ആൾക്കാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? പാർട്ടി സെക്രട്ടറിഷിപ്പ് മോശമായതുകൊണ്ടാണ്. ഈ പാർട്ടിയുടെ ഒരു സെക്രട്ടറി സ്ഥാനം എന്ന് പറഞ്ഞാൽ വെറും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, വെറുതെ ഉള്ള ഒരു പോസ്റ്റ് അല്ല. KPC അധ്യക്ഷൻ എന്ന് പറയുന്ന പോലെ അല്ല CPM-ന്റെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പാർട്ടിയിലെ കേരളത്തിലെ ഏറ്റവും സമുന്നതമായ പദവിയാണത്. അപ്പൊ അണികളുടെ ആവശ്യം പിന്നെ ഗോവിന്ദ മാഷ് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഒന്നീ ഗോവിന്ദ മാഷ് മാറി നിന്നുകൊണ്ട് ഗോവിന്ദ മാഷ് ശരിക്കും പറഞ്ഞാൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി, എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ന്യായമാണ്. പാർട്ടി സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദ മാഷ് ഒഴിയുക, രാജിവെക്കുക. കാര്യം ഗോവിന്ദ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദ മാഷ് ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഗോവിന്ദ മാഷ് ഒരു മന്ത്രിയാവുക എന്നുള്ളതാണ് മാഷിന് പറ്റിയ പണി. അല്ല, ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ള ഒരിക്കലും ഗോവിന്ദ മാഷിനെ പോലെ ഒരു നേതാവിന് പറ്റിയതല്ല. കാര്യം അദ്ദേഹത്തിന്റെ ട്രാക്ക് ഒന്ന് വേറെയാണ്. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതല്ലേ, പിണറായി വിജയൻ ഒരു കോട്ടയം സമ്മേളനത്തിൽ കയറി നിന്നുകൊണ്ട് ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം, അതാണ് ശരിക്കും പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് എത്ര അണികളുണ്ടോ, 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷമോ 1 കോടി ആൾക്കാരുണ്ടോ, അവരെല്ലാം ഒരേ ശബ്ദത്തിലായിരിക്കണം അത് കേൾക്കേണ്ടത്. അതാണ് ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. അതിന് നമുക്കറിയാം, പിന്നെ നയനാർ സഖാവ് ആയിരുന്നിട്ടുണ്ട്, VS ആയിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ഒന്നിൽ M സ്വരാജിനെ പോലുള്ള ഒരു നേതാവിനെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. M സ്വരാജ് യുവത്വമാണ്, അതെന്ന് വെച്ചാൽ ഇതിലും ചെറുപ്പക്കാരനാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയെക്കുറിച്ച് വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഈ നമ്മൾ നോക്കി നോക്കോളൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം വിളിച്ചത് വളരെ കുറവാണ്. അതേസമയം പിന്നെ ഇവിടെ M സ്വരാജിനെയാണ് പത്രസമ്മേളനം നയിക്കാൻ ഏൽപ്പിച്ചത്. ആ M സ്വരാജിന്റെ പത്രസമ്മേളനത്തിന് കിട്ടിയ ഒരു പിന്നെ വ്യൂവർഷിപ്പ് ഉണ്ട്.
അല്ലെങ്കിൽ അത് കേട്ടിരിക്കുന്ന ആൾക്കാർ നിരവധിയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് വളരെ വേഗം എത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. അപ്പോൾ എം സ്വരാജിനെ പോലെ ഒരു നേതാവ് തന്നെ ഇനി പാർട്ടി മുന്നിൽ നയിക്കണം, അല്ലെങ്കിൽ PJ വരണം. P. ജയരാജൻ അദ്ദേഹം എത്രയോ കാലം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു നേതാവാണ്. ഒരുപക്ഷെ ചില ലോബിയും കാരണം ഒരുപക്ഷെ ഒതുക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് P. ജയരാജൻ എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ അത്തരത്തിലുള്ള ഇത് മാറ്റിവെച്ചുകൊണ്ട് P. ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ, കരുത്തനായ ഒരു നേതാവിനെയാണ് ഇനി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് ഇനി കേരളത്തിന് ആവശ്യം. കാരണം ഇതൊരു വീഴ്ചയാണ്. ഈ വീഴ്ചയിൽ നിന്നും പാർട്ടി പാഠം പഠിക്കുകയും, പാർട്ടി കുതിക്കുന്ന പാർട്ടിയാണ്. നമുക്കറിയാം, പിന്നെ 2016-11 അധികാരം നഷ്ടപ്പെട്ടുവെങ്കിൽ തന്നെയും ആ തുച്ഛമായ സീറ്റിനാണ് അധികാരം നഷ്ടപ്പെട്ടതെങ്കിലും അന്ന് VS എടുത്ത നിലപാട് കാരണമാണ് ശക്തമായ ഒരു പ്രതിപക്ഷമായിരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിച്ചത്? 2 തവണയായി വരുന്നു, 2 തവണ അധികാരത്തിലേക്ക് കയറുന്ന ഇടതുപക്ഷത്തെയാണ് കണ്ടത്. ഇതിപ്പോൾ ഈ വീഴ്ചയൊന്നും നമുക്ക് അത്രയ്ക്ക് ഇതായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. ഇതൊന്നും ഒരു വീഴ്ചയേ അല്ല. പാർട്ടി തിരിച്ചു വരും. ശക്തമായ പോരാട്ടങ്ങളിലൂടെ, ശക്തമായ നയപരിപാടികളിലൂടെയൊക്കെ പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ ആ പാർട്ടിക്ക് ശക്തമായ ഒരു നേതൃത്വമാണ് ഇനി ഉണ്ടാവേണ്ടത്. ആ നേതൃത്വത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഒന്നുകിൽ PJ പോലുള്ള നേതാക്കന്മാർ, അല്ലെങ്കിൽ എം സ്വരാജിനെ പോലെയുള്ള നേതാവ്, ഇവരൊക്കെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായി മാറിയില്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. MV ഗോവിന്ദൻ മാഷ് സത്യത്തിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച് പുറത്തേക്ക് പോലെ പാർട്ടിയിൽ നിന്നുകൊണ്ട് നയിക്കുക ബാക്കിയുള്ളവരെ എന്നുള്ളതാണ് പറയാനുള്ളത്.